ഹലോ എവരിവൺ, എല്ലാവർക്കും വിസൻസ്മെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th സെമസ്റ്റർ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ 2015 സ്കീമിലുള്ള സ്റ്റുഡൻസിന്റെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഒരുപാട് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിരുന്നു പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചെയ്യണം, അതുപോലെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ചില പേഴ്സണൽ ആയിട്ടുള്ള തിരക്കിന്റെ പേരിൽ എനിക്ക് ഒരുപാട് ക്ലാസ്സുകൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്തതാണ് ഈ ക്ലാസ്. അപ്പൊ ഇതിൽ സാധാരണ ഞാൻ ഓരോ മൊഡ്യൂൾ വൈസ് ആണ് ഡിസ്കസ് ചെയ്യാറ്. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ മൊഡ്യൂളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പാർട്ട് എ എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് എല്ലാ മൊഡ്യൂൾസിന്റെയും ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഇത് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ സിലബസ് അനുസരിച്ച് ബാക്കിയുള്ള പോർഷൻ കൂടി നോക്കണം. എന്തായാലും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സമയം വളരെ കുറവാണ്, അപ്പൊ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ സെറ്റ് ചെയ്താണ് ഇത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് 3 T ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കമ്പഷൻ അഫക്ട് ചെയ്യുന്ന 3 T ഫാക്ടേഴ്സ്. അപ്പം T ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ടിയിൽ തുടങ്ങുന്ന, ടി ആണ് ഫസ്റ്റ് ലെറ്റർ, അതിൽ തുടങ്ങുന്ന 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. നമുക്കത് ആ ഒരു മൊഡ്യൂളുമായിട്ട് ടച്ച് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്നതാണിത്. ഏതൊക്കെയാണ്? ടൈം, ടെമ്പറേച്ചർ ആൻഡ് ടർബുലൻസ്. ടൈം എന്ന് പറഞ്ഞാൽ സഫീഷ്യന്റ് ടൈം ഈസ് അവൈലബിൾ സോ ദാറ്റ് ഫ്യൂവൽ ബേൺസ് കംപ്ലീറ്റ്ലി. ഓക്കെ, സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഉണ്ടെങ്കിലാണ് ഫ്യൂവൽ നന്നായിട്ട് ബേൺ ആവുള്ളൂ. അതുപോലെ ടെമ്പറേച്ചർ, കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എയറും ഫ്യൂവലും പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ടർബുലൻസും പ്രോപ്പർ ആയിരിക്കണം. ഇത് മൂന്നുമാണ് കമ്പഷൻ അഫക്ട് ചെയ്യുന്ന 3 T ഫാക്ടേഴ്സ്. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമല്ല 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കും. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ഞാൻ ആ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ കണ്ടൻസർ ഇൻ എ സ്റ്റീം പവർ പ്ലാന്റ്. സ്റ്റീം പവർ പ്ലാന്റിൽ കണ്ടൻസർ യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് 2 പോയിന്റ് എഴുതിയാലും മാർക്ക് കിട്ടും. എന്നാലും ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക. ഒന്ന്, എക്സ്പാൻഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ, പിന്നെ ബാക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്യുക, ഹീറ്റ് സപ്ലൈഡ് പെർ കിലോഗ്രാം കുറയ്ക്കുക, അതുപോലെ തന്നെ കണ്ടൻസേറ്റിനെ റീയൂസ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക. റീയൂസ് ഓഫ് കണ്ടൻസേറ്റ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, കണ്ടൻസർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ലൈൻ സ്കെച്ച് ഓഫ് എ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ ലൈൻ സ്കെച്ച് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജസ്റ്റ് ആ ഒരു ലൈൻ സ്കെച്ച് വരയ്ക്കുക, അതിനുശേഷം അതിന്റെ പാർട്ടുകളൊക്കെ നാളെപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിഷൻ. ഫിഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് എ ഹെവി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഈസ് നോൺ ആസ് ന്യൂക്ലിയർ ഫിഷൻ. It can be caused by bombarding with high energy particles, protons, deuterons, X-rays as well as neutrons. Okay, ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്, ഫ്യൂഷനും ഉണ്ട്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആറ്റംസ് കൂടിച്ചേരുന്നതാണ്. ഫിഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ആവുന്നതാണ്. ഓക്കെ, നമ്മൾ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ പോലുള്ള സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഇതുപോലെ ഹൈ എനർജി പാർട്ടിക്കിൾസ് കൊണ്ട് ബൊമ്പാർഡ് ചെയ്തുകൊണ്ടാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. അപ്പൊ ഫിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവുന്നതിനാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എ സർഫസ് കണ്ടൻസർ. സർഫസ് കണ്ടൻസറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലും നമുക്ക് 1-2 പോയിന്റ്സ് എഴുതിയാൽ മതി. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഒരു 4 പോയിന്റ്സ് പഠിച്ചിരിക്കുക. കൂളിംഗ് വാട്ടർ ആൻഡ് സ്റ്റീം ആർ നോട്ട് മിക്സ്ഡ്. കണ്ടൻസേറ്റ് ഈസ് റീയൂസബിൾ. ലെസ് പവർ ഫോർ എയർ പമ്പ് ആൻഡ് വാട്ടർ പമ്പ്. സ്യൂട്ടബിൾ ഫോർ ഹൈ കപ്പാസിറ്റി. അപ്പൊ ഹൈ കപ്പാസിറ്റിക്ക് നമുക്ക് സർഫസ് കണ്ടൻസർ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടൻസേറ്റ് റീയൂസബിൾ ആണ്. പിന്നെ കൂളിംഗ് വാട്ടർ ആൻഡ് സ്റ്റീം മിക്സ് ആവത്തില്ല. പിന്നെ പവർ കുറവ് മതി. എയർ പമ്പ് വർക്ക് ചെയ്യാനായിട്ട്, എയർ പമ്പും വാട്ടർ പമ്പൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പവർ കുറവ് മതി. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫ്ലാഷ് പോയിന്റ് ഓഫ് എ ഫ്യൂവൽ. ഫ്ലാഷ് പോയിന്റ് ഓഫ് എ ഫ്യൂവൽ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥിരം ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പലരും. അപ്പോൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഓയിൽ മേ ബി ഇഗ്നൈറ്റഡ് ഓർ ദ ഫ്ലാഷ് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പേഴ്സ് ഓഫ് ദ മെറ്റീരിയൽ വിൽ ഇഗ്നൈറ്റ് വെൻ ഗിവൻ ആൻ ഇഗ്നിഷൻ സോഴ്സ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആ ഓയിലിന്റെ വേപ്പേഴ്സ് ഇഗ്നൈറ്റ് ആവുന്ന ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, അതിനാണ് ഇതെന്ന് പറയുന്നത് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ oil may be ignited or the flash is the lowest temperature at which the
വേപ്പേഴ്സ് ഓഫ് ദ മെറ്റീരിയൽ വിൽ ഇഗ്നൈറ്റ് വെൻ ഗിവൻ ആൻ ഇഗ്നിഷൻ സോഴ്സ്. ഒരു ഇഗ്നിഷൻ സോഴ്സ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന്റെ വേപ്പേഴ്സ് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ അത് എന്ത് ചെയ്യും, ബേൺ ആവും അല്ലെ, അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ആവും. അത് ഏത് ടെമ്പറേച്ചർ ആണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലാഷ് പോയിന്റ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റീം ബോയിലർ. സ്റ്റീം ബോയിലറിന്റെ ഒരു ഡെഫിനിഷൻ. A steam boiler is usually a closed vessel made of steel. Its function is to transfer the heat produced by the combustion of fuel to water and ultimately to generate steam. അതായത് സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് സ്റ്റീം ബോയിലർ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫ്യൂവലിനെ എന്ത് ചെയ്യുന്നു, സ്റ്റീമാക്കി മാറ്റുന്നു. ആ ഒരു ഡിവൈസിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റീം ബോയിലർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫോഴ്സ്ഡ് ഡ്രോട്ട് കൂളിംഗ് ടവർ? ഫോഴ്സ്ഡ് ഡ്രോട്ട് കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്? Cooling tower is used to cool the hot water from the condenser by exposing it to the atmospheric air so that the cold water may be used again for circulation. In a forced draught cooling tower, the circulation of air is produced by means of fans placed at the base of the tower. അതായത് കൂളിംഗ് ടവറിൽ നമ്മൾ ഫോഴ്സ്ഡ് ഡ്രോട്ട് കൂളിംഗ് ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസ് യൂസ് ചെയ്യും. ഓക്കെ, ഫാൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തെന്ന് പറയും, ഫോഴ്സ്ഡ് ഡ്രോട്ട് കൂളിംഗ് ടവർ എന്ന് പറയും. കൂളിംഗ് ടവർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹോട്ടായിട്ടുള്ള വാട്ടറിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ വീണ്ടും സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്, കൂളിംഗ് ടവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂളിംഗ് ടവറിൽ നമ്മൾ ബേസിൽ ഫാൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോഴ്സ്ഡ് ഡോട്ട് കൂളിംഗ് ടവർ എന്ന് പറയും. ഈ ഫാൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എയറിനെ മുകളിലേക്ക് ബ്ലോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വാട്ടറിനെ, ഹോട്ടായിട്ട് വരുന്ന വാട്ടറിനെ എന്ത് ചെയ്തിരിക്കുന്നു, കൂൾ ചെയ്തെടുക്കുന്നു. അതിനുശേഷം വീണ്ടും അതിനെ റീസർക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് അവിടുത്തെ പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ജെറ്റ് പ്രൊപ്പൽഷൻ. ജെറ്റ് പ്രൊപ്പൽഷൻ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജെറ്റ് പ്രൊപ്പൽഷൻ ഈസ് ദി പ്രൊപ്പൽഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ വൺ ഡയറക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇജക്ടിങ് എ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പൊ ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചെറിയൊരു ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഇനി പാർട്ട് ബി 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ ഞാൻ ആദ്യമേ പാർട്ട് എയിൽ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ 6 മാർക്കിന്റെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ 3 T ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കമ്പഷൻ. അപ്പൊ ഏതൊക്കെയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടെമ്പറേച്ചർ ഉണ്ട്, അതിൻ്റെ അകത്ത് ടൈം ഉണ്ട്, അതുപോലെ തന്നെ ടർബുലൻസ് ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതേണ്ടി വരും. ടൈമിനെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കും ടൈം കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ടൈം വേണം, എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബേണിംഗ് നടക്കത്തുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വെൻ എ ഫ്യൂവൽ ഈസ് ബീങ് ബേൺഡ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് എ സഫീഷ്യന്റ് ടൈം ഈസ് അവൈലബിൾ സോ ദാറ്റ് ഇറ്റ് ബേൺസ് കംപ്ലീറ്റ്ലി. If the fuel remains in the combustion zone for a time lesser than necessary, it will be partially burnt, which increases the unburned losses. On the other hand, if it remains for a time higher than the required, the power output will drop as new fuel will not be able to come in and get burnt. അതായത് ടൈം കൂടുതൽ സമയം ഫ്യൂവൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ പവർ ഔട്ട്പുട്ട് കുറയും. അതുപോലെ കുറവ് സമയമാണ് ഫ്യൂവൽ നിൽക്കുന്നതെങ്കിൽ നന്നായിട്ട് ബേൺ ആവത്തില്ല. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പ്രശ്നമാണ്. അതുകൊണ്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കണം ഫ്യൂവൽ അതിൻ്റെ അകത്ത് ഉണ്ടാവേണ്ടത്, എന്നാലാണ് നല്ല രീതിയിൽ കമ്പഷൻ നടക്കത്തുള്ളൂ. ഇനി ടർബുലൻസിനെ പറ്റി പറയാം. ടർബുലൻസ് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫ്യൂവലും എയറും കൂടി മിക്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്തത്. Oxygen makes an essential part of the process of combustion. Turbulence ensures a thorough mixing of the air and fuel. If the turbulence is not maintained, certain part of the fuel will have excess oxygen available for combustion, while remaining having too little. This will result in forming carbon monoxide. അതായത് നമ്മൾ ടർബുലൻസ്, നല്ല രീതിയിലുള്ള ടർബുലൻസ് അവിടെ ഇല്ലെങ്കിൽ കുറച്ച് പാർട്ട് ഓഫ് ദ ഫ്യൂവല് കൂടുതൽ ഓക്സിജൻ കിട്ടും, എക്സസ് ഓക്സിജൻ വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ചില പാർട്ടിന് എന്തായിരിക്കും, ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്തായിരിക്കും, നല്ല രീതിയിൽ ബേണിങ് കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് പോലുള്ള ഗ്യാസുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടർബുലൻസും പ്രോപ്പർ ആയിരിക്കണം. പിന്നെ ഉള്ളത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിന്റെ കാര്യം നമുക്കറിയാം അല്ലെ. ഡ്യൂറിംഗ് ദ കമ്പഷൻ, ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് നോട്ട് സഫീഷ്യന്റ്ലി ഹൈ, ഫ്യൂവൽ വിൽ ടേക്ക് സം ടൈം ടു ഇഗ്നൈറ്റ്, ദസ് ഇൻക്രീസിംഗ് ദ ടൈം ഓഫ് കമ്പഷൻ. ദിസ് വിൽ അഫക്ട് ദ ഹീറ്റ് ഔട്ട്പുട്ട്. അതായത് നല്ല രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കമ്പഷൻ നടക്കത്തില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഇഗ്നൈറ്റ് ആവത്തില്ല നമ്മുടെ ഫ്യൂവൽ. അപ്പൊ അത് കാരണം നമുക്ക് എന്ത് വരും, ടൈമിൽ അവിടെ ഡിലേ വരും. ഓക്കെ, സമയം എടുക്കും.
അത് ഹീറ്റ് ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ എന്തായിരിക്കണം? പ്രോപ്പർ ആയിരിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോയിലർ ഡ്രോട്ട്സ്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോയിലർ ഡ്രോട്ട്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. ഡ്രോട്ട്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്, ആർട്ടിഫിഷ്യലും ഉണ്ട്, നാച്ചുറലും ഉണ്ട്. അപ്പോൾ ഇവിടെ ബോയിലർ ഡ്രോട്ട്സ് ചോദിച്ചേക്കുന്നത് ബോയിലർ ഡ്രോട്ട്സ് പിന്നെ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ചിമ്മിനി ഡ്രോട്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഓർ ഫാൻ ഡ്രോട്ട്, പിന്നെ സ്റ്റീം ജെറ്റ് ഡ്രോട്ട്, അങ്ങനെ 2-3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇവിടെ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് പാരലൽ ഫ്ലോ ജെറ്റ് കണ്ടൻസർ. പാരലൽ ഫ്ലോ ജെറ്റ് കണ്ടൻസറിന്റെ വർക്കിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഗർ വരച്ചിട്ട് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഫിഗർ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു പാരലൽ ഫ്ലോ ജെറ്റ് കണ്ടൻസറിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു കൂളിംഗ് പോണ്ട്, പിന്നെ കണ്ടൻസേറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ, കണ്ടൻസേറ്റ് എക്സ്ട്രാക്ഷൻ പമ്പ് ഉണ്ട്, അതുപോലെ തന്നെ പെർഫറേറ്റഡ് ട്രേസ് ഉണ്ട്. അപ്പൊ ഇവിടെ എക്സോസ്റ്റ് സ്റ്റീമും അതുപോലെ തന്നെ നമ്മുടെ കൂളിംഗ് പോണ്ടിൽ നിന്നുള്ള വാട്ടറും ഒരുമിച്ചാണ് എൻ്റർ ചെയ്യുന്നത്, അല്ലെ? ഒരേ സ്ഥലത്ത് തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. പെർഫറേറ്റഡ് ട്രേസ് വഴി താഴേക്ക് വരുന്നു, കണ്ടൻസേറ്റ് അവിടെ കണ്ടൻസേറ്റ് ഏറ്റവും ബോട്ടത്തിൽ ഡെപ്പോസിറ്റ് ആവുന്നു, അവിടുന്ന് കണ്ടൻസേറ്റ് എക്സ്ട്രാക്ഷൻ പമ്പ് വഴി എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അതൊക്കെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. In parallel flow jet condenser, both the steam and water enter at the top and the mixture is removed from the bottom. അപ്പോൾ ടോപ്പിലാണ് എൻ്റർ ചെയ്യുന്നത്, ബോട്ടത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. പിന്നെ വേറെ ടൈപ്പ് കണ്ടൻസർ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റീമും വാട്ടറും എൻ്റർ ചെയ്യുന്നത് ടോപ്പിലാണ്. അതിനുശേഷം അതിന്റെ മിക്സർ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ബോട്ടത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. The exhaust steam is condensed when it mixes up with water. The condensate cooling water and air flow downwards and are removed by 2 separate pumps known as air pump and condensate pump. അപ്പോൾ ഇവിടെ 2 സെപ്പറേറ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. എയർ പമ്പും ഉണ്ട്, കണ്ടൻസേറ്റ് പമ്പും ഉണ്ട്. ചില സമയത്ത് നമ്മളൊരു സിംഗിൾ പമ്പ് യൂസ് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ വെറ്റ് എയർ പമ്പ് എന്നാണ് പറയുന്നത്. പിന്നെ ബട്ട് ദ ഫോർമർ ഗീവ്സ് എ ഗ്രേറ്റർ വാക്കം. ഓക്കെ, ആദ്യത്തേത് നമുക്ക് കൂടുതൽ വാക്കം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കണ്ടൻസേറ്റ് പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നു കോമൺലി. ദ കണ്ടൻസേറ്റ് പമ്പ് ഡെലിവേഴ്സ് ദ കണ്ടൻസേറ്റ് ടു ദ ഹോട്ട് വെൽ ഫ്രം വെയർ സർപ്ലസ് വാട്ടർ ഫ്ലോ ടു ദ കൂളിംഗ് വാട്ടർ ടാങ്ക് ത്രൂ ആൻ ഓവർഫ്ലോ പൈപ്പ്. ഇപ്പൊ ഏറ്റവും ബ്രീഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഈ ഫിഗർ വരച്ചിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടോപ്പിലാണ് എക്സോസ്റ്റ് സ്റ്റീമും അതുപോലെ തന്നെ കൂളിംഗ് വാട്ടർ എൻ്റർ ചെയ്യുന്നത്. ബോട്ടത്തിൽ കണ്ടൻസേറ്റ് കളക്ട് ചെയ്യുന്നു. കണ്ടൻസേറ്റ് എക്സ്ട്രാക്ഷൻ പമ്പ് വഴി തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് ഹോട്ട് വെല്ലിൽ കളക്ട് ചെയ്ത് ബോയിലറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്യാസ് ടർബൈൻ ആൻഡ് സ്റ്റീം ടർബൈൻ. സ്റ്റീം ടർബൈനും ഗ്യാസ് ടർബൈനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം എഫിഷ്യൻസി കൂടുതൽ വരുന്നത് സ്റ്റീം ടർബൈൻ ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് അതുപോലെ റണ്ണിങ് കോസ്റ്റ് ഒക്കെ സ്റ്റീം ടർബൈന് കൂടുതലാണ്. പിന്നെ അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. In gas turbine, the compressor and combustion chamber are the important components. പക്ഷേ സ്റ്റീം ടർബൈനിലാണെങ്കിലോ സ്റ്റീം ബോയിലറും അതിന്റെ ആക്സസറീസും. ഓക്കെ, അപ്പൊ അതുപോലെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കാം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡീസൽ പവർ പ്ലാന്റ് വിത്ത് സ്കെച്ച്. അപ്പോൾ ഡീസൽ പവർ പ്ലാന്റിന്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം വരയ്ക്കണം. പ്രധാനപ്പെട്ട പാർട്ടുകളെല്ലാം അതിൻ്റെ അത് വരണം. ഡീസൽ എഞ്ചിൻ ഉണ്ട്, കംപ്രസർ, പിന്നെ ഫ്യൂവൽ ടാങ്ക്, ഫിൽറ്റർ, പമ്പ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ പാർട്ടുകളും അതിൻ്റെ അത് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുക. ഇതിൻ്റെ അകത്ത് ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ഇവിടെ വളരെ ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. എയർ ഫ്രം അറ്റ്മോസ്ഫിയർ ഈസ് ഡ്രോൺ ഇൻ ടു ദ കംപ്രസർ ആൻഡ് ഈസ് കംപ്രസ്ഡ്. ദ കംപ്രസ്ഡ് എയർ ഈസ് സെന്റ് ടു ഡീസൽ എഞ്ചിൻ ത്രൂ ഫിൽറ്റർ. ഇൻ ദ ഫിൽറ്റർ ഡസ്റ്റഡ് എർത്ത് എയർ ഫ്രം എയർ ആർ ഫിൽറ്റേർഡ് ആൻഡ് only clean air is sent to diesel engine. Fuel oil from tank is passed through filter where it gets filtered and clean oil is injected into the diesel engine through fuel pump and fuel injector. Mixture of compressed air and spray of fuel oil are ignited into the engine and combustion takes place. The heat energy is utilized for driving the generator which produces power. ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് കംപ്രസറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എയർ ഇൻടേക്ക് ചെയ്യുന്നു, കംപ്രസ് ചെയ്തിട്ട് ഫിൽറ്റർ വഴി കംപ്രസ്ഡ് എയറിനെ ഡീസൽ എഞ്ചിനിലേക്ക് കൊടുക്കും. അപ്പൊ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എയറിൻ്റെ അകത്തുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതേസമയം തന്നെ ഫ്യൂവൽ ഓയിൽ ടാങ്കിൽ നിന്നുള്ള ഫ്യൂവലിനെ ഫ്യൂവൽ പമ്പ് വഴി എന്ത് ചെയ്യുന്നു, നമ്മൾ ഫ്യൂവൽ പമ്പ് വഴി പമ്പ് ചെയ്യുന്നു. ഒരു ഫിൽറ്ററിനകത്ത് ഇതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള
പാർട്ടിക്കിൾസിനെല്ലാം റിമൂവ് ചെയ്ത് മറ്റൊരു പമ്പ് വഴി നേരെ ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് കൊടുക്കുന്നു. ഈ ഫ്യൂവൽ ഇഞ്ചക്ടറിൽ നിന്നാണ് നേരെ ഡീസൽ എഞ്ചിനിലേക്ക് ഫ്യൂവൽ വരുന്നത്. സ്പ്രേ ചെയ്തിട്ടാണ് ഫ്യൂവൽ വരിക. അപ്പൊ ഇവിടുന്ന് കംപ്രസ്ഡ് എയറും വരുന്നു, അതുപോലെ തന്നെ ഇവിടുന്ന് ഫ്യൂവൽ സ്പ്രേ ആയിട്ടുള്ള ഫ്യൂവലും വരുന്നു. ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു. ഓക്കെ, ബേൺ ചെയ്തിട്ട് എക്സ്പോസ്റ്റ് ഗ്യാസ് സൈലൻസർ വഴി പുറത്തേക്ക് പോകുന്നു. അത് നേരെ ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലൂബ്രിക്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൂബ്രിക്കേറ്റിംഗ് പമ്പ് വഴി എന്ത് ചെയ്യുന്നു? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സപ്ലൈ ചെയ്യുന്നു. ഓയിൽ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കൂളിംഗ് വാട്ടർ പമ്പ്, പിന്നെ അതുപോലെ തന്നെ കണ്ടൻസർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കൂൾഡ് ആയിട്ടുള്ള ഓയിലിനെ വീണ്ടും എടുത്ത് നമ്മൾ ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഫിഗർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതിന് ബ്രീഫ് ആയിട്ടൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട അതിൻ്റെ അകത്ത് വരുന്ന കൺസ്ട്രക്ഷന്റെ ഓരോ ഫ്യൂവൽ സിസ്റ്റം, അതുപോലെ തന്നെ എയർ ഇൻടേക്ക് എക്സ്പോസ് സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം അതെല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓരോരോ പോയിന്റ്സുകളൊന്ന് പഠിച്ചു വെക്കുക. ഇത് ആദ്യം എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ്സ് പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കണ്ടൻസർ എഫിഷ്യൻസി ആൻഡ് വാക്വം എഫിഷ്യൻസി. അപ്പൊ ഇവിടെ വാക്വം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാക്വം ടു ഐഡിയൽ വാക്വം ആണ്. പിന്നെ അതുപോലെ ഇത് ചെറിയൊരു 6 മാർക്കിന്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കണം. കണ്ടൻസർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റൈസ് ഓഫ് കൂളിംഗ് വാട്ടർ ടു വാക്വം ടെമ്പറേച്ചർ മൈനസ് ഇൻലെറ്റ് കൂളിംഗ് വാട്ടർ ടെമ്പറേച്ചർ ആണ്. അത് തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഡെഫിനേഷനും കൂടി ഒന്ന് നോക്കി വെക്കുക. കണ്ടൻസർ എഫിഷ്യൻസി മേ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ റൈസ് ഓഫ് കൂളിംഗ് വാട്ടർ ടു ദ വാക്വം ടെമ്പറേച്ചർ മൈനസ് ഇൻലെറ്റ് കൂളിംഗ് വാട്ടർ ടെമ്പറേച്ചർ. ജസ്റ്റ് അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം എഴുതുക. അതുപോലെ വാക്വം എഫിഷ്യൻസി എന്താണെന്നും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ടൈഡൽ പവർ പ്ലാന്റ്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ഒരു പവർ പ്ലാന്റ് എക്സ്പ്ലെയിൻ ചെയ്തു, ഡീസൽ പവർ പ്ലാന്റ്. അതേപോലെ തന്നെ ടൈഡൽ പവർ പ്ലാന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയും സ്കിമാറ്റിക് ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം വരച്ചിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ, അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ടൈഡ് വരുന്നതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അത് ഈ ഒരു ഫിഗറിൽ നിന്ന് ക്ലിയർ ആക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലിസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റീം ടർബൈൻ ഓവർ സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിനും സ്റ്റീം ടർബൈനും തമ്മിലുള്ള കമ്പാരിസൺ. അതിൻ്റെ അകത്ത് സ്റ്റീം ടർബൈൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. സ്റ്റീം എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റീം ടർബൈൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ സ്റ്റീം ടർബൈനിലെ സ്റ്റീം കൺസപ്ഷൻ റേറ്റ് കുറവായിരിക്കും മറ്റേത് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഹയർ റേഞ്ച് ഓഫ് സ്പീഡ് പോസിബിൾ ആണ്. തെർമൽ എഫിഷ്യൻസി ഹയർ ആണ്. അതുപോലെ തന്നെ പവർ ജനറേഷൻ യൂണിഫോം ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലൈ വീലിന്റെ ആവശ്യം നമുക്ക് സ്റ്റീം ടർബൈനിൽ വരുന്നില്ല. പിന്നെ എന്താണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. ഓക്കെ, ലാർജ് പവർ പ്ലാന്റ്സിലൊക്കെയാണ് നമ്മൾ സാധാരണ സ്റ്റീം ടർബൈൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ലൂബ്രിക്കേഷൻ വളരെ എളുപ്പമാണ് സ്റ്റീം ടർബൈൻ്റെ കേസിൽ. അപ്പൊ പ്രധാനപ്പെട്ട ഒരു 6-7 പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ ഇത് മൊത്തം എഴുതണമെന്നില്ല, ഒരു 6-7 പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് കൗണ്ടർ ഫ്ലോജെറ്റ് കണ്ടൻസേഴ്സ്. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പാരലൽ ഫ്ലോജെറ്റ് കണ്ടൻസർ പറഞ്ഞു. അപ്പൊ ഏകദേശം അതേപോലൊക്കെ തന്നെയുള്ള ഒരു ഫിഗർ ആണ്. പിന്നെ ചെറിയൊരു വ്യത്യാസം ഇതിനകത്തുണ്ട്. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എക്സോസ്റ്റ് സ്റ്റീം ബോട്ടത്തിൽ നിന്നാണ് എൻ്റർ ചെയ്യുന്നത്, എന്നിട്ട് അപ്വേർഡ്സ് പോവാണ് ചെയ്യുക. അപ്പൊ അതാണ് ഒരു മെയിൻ വ്യത്യാസം. പക്ഷെ കൂളിംഗ് വാട്ടർ മുകളിൽ നിന്ന് താഴേക്ക് വരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, കാരണം പാരലൽ ഫ്ലോ കണ്ടൻസേഴ്സിന്റെ അകത്ത് നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു ഏകദേശം എങ്ങനെയാണ് വരുന്നത്, അതിന്റെ പാർട്സ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എഴുതിയാൽ മതി. ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, എക്സോസ്റ്റ് ഗ്യാസ് എൻ്റർ ചെയ്യുന്നത് ബോട്ടത്തിൽ നിന്ന് ആണ്, എന്നിട്ട് അപ്വേർഡ്സ് പോവാണ്. ഓക്കെ, കൂളിംഗ് വാട്ടർ ആണെങ്കിലോ കൂളിംഗ് വാട്ടർ മുകളിൽ നിന്ന് താഴേക്ക് വരുവാണ്. അപ്പോൾ ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്നു. കണ്ടൻസേറ്റ് എന്ത് ചെയ്യുന്നു, ബോട്ടത്തിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കണ്ടൻസേറ്റ് പമ്പ് വഴി അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഹോട്ട് വെല്ലിലേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്നു, ബോയിലറിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അതേ പ്രോസസ്സിനാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, പക്ഷെ ഇതിന്റെ എൻ്റർ ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് കൗണ്ടർ ഫ്ലോ ജെറ്റ് കണ്ടൻസർ എന്ന് പറഞ്ഞേക്കും. ക്ലിയർ? അപ്പൊ മറ്റേത് പാരൽ ഫ്ലോ ജെറ്റ് കണ്ടൻസേഴ്സ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കൗണ്ടർ ഫ്ലോ ജെറ്റ് കണ്ടൻസറും ഏകദേശം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫിഗർ ഏകദേശം ഒരുപോലെ തന്നെയാണ്, ആ ഒരു ഡയറക്ഷനുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ.
Next question, define calorific value, explain LCV and HCV. അപ്പൊ calorific value എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ തന്നെ LCV and HCV എക്സ്പ്ലെയിൻ ചെയ്യാം. LCV എന്ന് പറയുന്നത് ലോവർ calorific value, HCV എന്ന് പറയുന്നത് ഹയർ calorific value ആണ്. അപ്പൊ ആദ്യം നമുക്ക് calorific value എന്താണെന്ന് മനസ്സിലാക്കണം. calorific value എന്ന് പറഞ്ഞാൽ എന്താ? calorific value or heat value. calorific value എന്നും പറയും, അതുപോലെ heat value എന്ന് പറയും. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് calorific value or heat value of a solid or liquid fuel may be defined as the amount of heat given out by the complete combustion of 1 kilogram of fuel. അതായത് 1 kilogram of fuel കംപ്ലീറ്റ്ലി കമ്പഷൻ നടക്കുമ്പോൾ എന്തോരം ഹീറ്റ് പുറത്തേക്ക് വരുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്, സോളിഡ് ഫ്യൂവലിന്റെ ലിക്വിഡ് ഫ്യൂവലിന്റെ കേസിൽ. ഇനി ഗേഷ്യസ് ഫ്യൂവൽ ആണെന്നുണ്ടെങ്കിൽ കിലോ ജൂൾ പെർ മീറ്റർ ക്യൂബിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഇനി ഹയർ കലോറിഫിക് വാല്യൂ ഉണ്ട്, ലോവർ കലോറിഫിക് വാല്യൂ ഉണ്ട്. ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഓഫ് സ്റ്റീം ഫോംഡ് ഡ്യൂറിങ് കമ്പഷനും നമ്മൾ കൺസിഡർ ചെയ്യും ഹയർ കലോറിഫിക് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ. പക്ഷെ ലോവർ കലോറിഫിക് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഓഫ് സ്റ്റീം ഫോംഡ് ഡ്യൂറിങ് കമ്പഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഹയർ കലോറിഫിക് വാല്യൂവിൽ നിന്ന് ഹീറ്റ് ഓഫ് സ്റ്റീം ഫോംഡ് ഡ്യൂറിങ് കമ്പഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ കലോറിഫിക് വാല്യൂ കിട്ടും. അത് ജസ്റ്റ് ഒരു ഡ്യൂലോങ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല വെച്ചിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫോർമുലയും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് എ ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബയോഗ്യാസ് പ്ലാന്റിൽ പ്രധാനമായിട്ടും നടക്കുന്നത് അനറോബിക് ഫെർമെന്റേഷൻ ആണ്. പക്ഷെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ ഞാനൊരു പല ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഫിക്സഡ് ഡോം ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റിന്റെ വർക്കിംഗ് ആണ്. ജസ്റ്റ് ഒരു ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഫിഗറും വരയ്ക്കേണ്ടി വരും. ഫിഗർ വരച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. വളരെ റഫായിട്ട് ഫിഗർ വരച്ചാലും മതി. ദെൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന്. നമുക്കറിയാം, ദ വേരിയസ് ഫോംസ് ഓഫ് ബയോമാസ് ആർ മിക്സ്ഡ് വിത്ത് ആൻ ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ മിക്സിംഗ് ടാങ്ക്. ദിസ് ഫോംസ് ദി സ്ലറി. ആദ്യം നമ്മൾ സ്ലറി ഉണ്ടാക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോമാസ്, പലതരത്തിലുള്ള വേസ്റ്റുകൾ. നമുക്കറിയാം ബയോ ഗ്യാസ് പ്ലാന്റിൽ എന്തൊക്കെ ടൈപ്പ് വേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. അത്തരമുള്ള വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ടാങ്കിൽ നമ്മൾ ഒരു സ്ലറി ആക്കി മാറ്റുന്നു. ഈ സ്ലറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദ സ്ലറി ഈസ് ഫെഡ് ഇൻ ടു ദി ഡൈജസ്റ്റർ ത്രൂ ദി ഇൻലെറ്റ് ചേംബർ. ഇൻലെറ്റ് ചേംബർ വഴി നമ്മൾ ഡൈജസ്റ്ററിലേക്ക് ഫെഡ് ചെയ്യുന്നു. വെൻ ദ ഡൈജസ്റ്റർ ഈസ് പാർഷ്യലി ഫിൽഡ് വിത്ത് ദി സ്ലറി, ദ ഇൻട്രാക്ഷൻ ഓഫ് സ്ലറി ഈസ് സ്റ്റോപ്ഡ് ആൻഡ് ദ പ്ലാന്റ് ഈസ് ലെഫ്റ്റ് അൺയൂസ്ഡ് ഫോർ അബൌട്ട് 2 months. അപ്പോൾ നമ്മൾ ഡൈജസ്റ്റർ പാർഷ്യലി ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലറി കൊടുക്കുന്നത് നിർത്തുന്നു. എന്നിട്ട് 2 മാസത്തോളം അതിനെ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ ഈ 2 മാസത്തിൽ എന്താണ് സംഭവിക്കുക, അവിടെയാണ് അനറോബിക് ബാക്ടീരിയ ഉണ്ടാവുന്നത്. ഓക്കെ, അനറോബിക് ബാക്ടീരിയ ഈ സ്ലറിനെ ഡീകമ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഫെർമെന്റ് ചെയ്യും. ഓക്കെ, ഡ്യൂറിംഗ് ദീസ് 2 months anaerobic bacteria present in the slurry decomposes or ferments the biomass in the presence of water. വാട്ടറിന്റെ പ്രസൻസിൽ ഇതിനെ ഡീകമ്പോസ് അല്ലെങ്കിൽ ഫെർമെന്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ റിസൾട്ട്, അതായത് അനറോബിക് ഫെർമെന്റേഷൻ നടക്കുന്നത് കാരണം ബയോഗ്യാസ് ഇതിനകത്ത് ഫോം ചെയ്യുന്നു. ഈ ഫോം ചെയ്യുന്ന ബയോഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്ററിന്റെ ഡോമിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. As a result of anaerobic fermentation, biogas is formed, which starts collecting in the dome of the digester. As more and more biogas starts collecting, the pressure exerted by the biogas forces the spent slurry into the outlet chamber. From the outlet chamber, the spent slurry overflows into the overflow tank. The spent slurry is manually removed from the overflow tank and used as manure for plants. The gas valve connected to a system of pipelines is opened when a supply of biogas is required. To obtain a continuous supply of biogas, a functioning plant can be fed continuously with the prepared slurry. അതായത് നമ്മൾ ആ സ്ലറി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ബയോഗ്യാസിനെ ഫോം ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, പ്രഷർ കൂടുന്നതനുസരിച്ച് ഈ സ്ലറിനെ വേറൊരു ഔട്ട്ലെറ്റ് ചേംബറിലേക്ക് അത് ഫോഴ്സ് ചെയ്ത് വിടും. ഫോഴ്സ് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ ഈ ഔട്ട്ലെറ്റ് ചേംബറിലുള്ള ഒരു ഓവർഫ്ലോ ചെയ്യും. ഓക്കെ, ഓവർഫ്ലോ ടാങ്ക് ഉണ്ട്. ഓവർഫ്ലോ ടാങ്കിലേക്ക് ഈ സ്ലറി ഓവർഫ്ലോ ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലറിനെ റിമൂവ് ചെയ്ത് പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഗ്യാസ് വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്, പൈപ്പ് ലൈൻ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബയോഗ്യാസ്
യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി സ്ലറി നമുക്ക് ഫെഡ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു സിസ്റ്റം സംവിധാനം നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ബയോഗ്യാസ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അനേറോബിക് ഫെർമെന്റേഷൻ എന്നുള്ള വേർഡ് വിട്ടുപോരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ വരച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു പാർട്സുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്. ഇതിൻ്റെ അകത്ത് ഇവിടെ സ്ലറി ഉണ്ട്. സ്ലറി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്ററിലേക്ക് ഫിഡ് ചെയ്യുന്നു. പാർഷ്യലി ഫില്ല് ചെയ്യും. പാർഷ്യലി ഫില്ല് ചെയ്തിട്ട് 2 മാസത്തോളം നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്യും. അപ്പോഴാണ് അനേറോബിക് ഫെർമെന്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡോം ഷേപ്പിലാണ് ഇതുള്ളത്. ഇവിടെ എന്ത് ചെയ്യുന്നു, ബയോഗ്യാസ് ഫോം ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി വരുന്ന സ്ലറീനെ ഇവിടെ ഒരു പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്ലറി പുറത്തേക്ക് വരും. മാനുവറിനകത്ത് കളക്ട് ചെയ്യുന്നു. നമ്മൾ പുറത്തേക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു പൈപ്പ് ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ പൈപ്പ് ലൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഗ്യാസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും, ബയോഗ്യാസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് എ സോളാർ കുക്കർ. സോളാർ കുക്കറിന്റെ വർക്കിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോളാർ കുക്കർ എന്ന് പറഞ്ഞാൽ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് സോളാർ കുക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൺലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺകേവ് മിററൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ട് കുക്കിംഗ് നടത്തുന്നു. അപ്പോൾ അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിറർ ഉണ്ട്, ഒരു കോൺകേവ് മിറർ. അപ്പോൾ സൺലൈറ്റിന് നേരെ ആ കോൺകേവ് മിററിലേക്ക് നമ്മൾ പതിപ്പിക്കും. അവിടുന്ന് എന്ത് ചെയ്യുന്നു, അതിനെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഒരു വുഡൻ ബോക്സ് ഉണ്ടാവും. ഈ വുഡൻ ബോക്സിന്റെ ഉള്ളിൽ ഒരു ഇന്നർ മെറ്റൽ ബോക്സ് ഉണ്ടാവും. അതിന് ബ്ലാക്ക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ. ബാക്കി അതിന്റെ പോർഷൻസ് എന്ത് ചെയ്യുന്നു, തെർമോകോൾ യൂസ് ചെയ്തിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അകത്തേക്ക് ഹീറ്റ് എനർജീനെ കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ കുക്കിംഗ് നടത്താം. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ബാക്കി അത് എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോളാർ കുക്കർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ് വിത്ത് ദി എനർജി ഓഫ് ഡയറക്റ്റ് സൺലൈറ്റ്, യൂഷ്വലി എംപ്ലോയിങ് റിഫ്ലക്റ്റീവ് പാനൽസ് ടു ഫോക്കസ് ദ ലൈറ്റ് ഓൺ എ ഡാർക്ക് കളേർഡ് പോട്ട് ഇൻ ആൻ ഇൻസുലേറ്റഡ് ബോക്സ്. അതായത് ഇൻസുലേറ്റഡ് ബോക്സിന്റെ ഉള്ളിൽ നമ്മളൊരു ഡാർക്ക് കളേർഡ് പോട്ട് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സൺലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഹീറ്റ് എനർജി ഉണ്ടായിട്ട് കുക്കിംഗ് നടക്കുക. Sunlight refers to the electromagnetic radiation which is produced by changing electric and magnetic fields. When photons from light waves contact molecules in a substance, they convert sunlight to heat. Energy is included in the magnetic radiation released by the sun. When they hit, the energy causes the matter molecules to vibrate. The molecules become energized and rise to new heights. Heat is produced as a result of this process. അപ്പോൾ അത് കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞേക്കുന്നേ. ഹീറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മോളിക്യൂൾസിന്റെ ഒക്കെ ബേസിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഡെപ്തിൽ പറഞ്ഞേക്കുന്നേ ഉള്ളൂ. ഇൻ ദിസ് വേ വി യൂസ് ദ എനർജി ജനറേറ്റഡ് ബൈ ദ സൺ ടു കുക്ക് അവർ ഫുഡ് ഇൻ എ സോളാർ കുക്കർ ദാറ്റ് മേക്സ് യൂസ് ഓഫ് എ കോൺകേവ് മിറർ. Concave mirror are used as they reflect the light from the sun to a single point known as focus. The solar cooker operates on the concept that sunshine warms the pot in which the food is cooked. The pot gets warmed by turning light energy into heat energy. അതായത് നമ്മൾ ഈ പറയുന്ന കോൺകേവ് മിററിലേക്ക് സൺലൈറ്റിനെ ഫോക്കസ് ചെയ്ത് അത് നേരെ അങ്ങോട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് കളറിൽ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അത് വാം ആവുന്നു. അതിൻ്റെ അകത്ത് ഇരിക്കുന്ന നമ്മുടെ ഫുഡ് ഐറ്റംസും എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് കുക്ക് ആവും. The pot gets warmed by turning light energy into heat energy. The concave mirror concentrates the sun's rays onto a receiver such as cooking pan in this case. UV light rays enter a solar cooker which is subsequently transformed into longer infrared light rays that cannot escape. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ സിമ്പിൾ ആണ്. ഒന്നുമില്ല, നമ്മൾ ഹീറ്റ് എനർജീനെ സൺലൈറ്റ് സോളാർ എനർജി എടുക്കുന്നു, ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചില എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ബൾബിൻ്റെ അകത്ത് വെള്ളം നിറച്ച് അതിനെ ഹീറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മിറർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലെൻസ് യൂസ് ചെയ്തിട്ട് ഈ സോളാർ എനർജീനെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പേപ്പറിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഹീറ്റ് കൂടിയിട്ട് പേപ്പർ കത്തുന്ന എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ആ ഒരു സൺലൈറ്റിനെ ഫോക്കസ് ചെയ്ത് ഹീറ്റ് എനർജി കൊടുക്കുന്നു. അങ്ങനെയാണ് സോളാർ കുക്കർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
സോ നമ്മൾ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിന്റെ പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തു. എല്ലാ മൊഡ്യൂളിൽ നിന്നുള്ള പാർട്ട് എ ആൻഡ് പാർട്ട് ബി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പാർട്ട് സി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ആ പാർട്ട് സി ക്വസ്റ്റ്യൻസും കൂടി ഈ ഒരു PDF-ന്റെ അകത്ത് കമ്പയർ ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്തിട്ട് അത് ഞാൻ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പ്, നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടല്ലോ, വിസൻസ് മെക്കിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ എക്സാമിന് ഹെൽപ്ഫുൾ ആവും. അപ്പൊ ഇത് നമ്മൾ വളരെ സ്പീഡിലാണ് ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. കുറെ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്ത് കാരണം ഞാൻ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുത്താണ്. എന്തായാലും കുറച്ച് ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു PDF ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. ഈ ഒരു PDF ഫുള്ള് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള മൊഡ്യൂൾസിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് എക്സാമിന് പോവുക. ഓക്കെ, അപ്പൊ ഇതും മാത്രം നോക്കിയാൽ പോരാ, സിലബസ് അനുസരിച്ചിട്ട് 3 മൊഡ്യൂൾ മതിയല്ലോ നമുക്ക്. അപ്പൊ ഒരു 3 മൊഡ്യൂളിന്റെ പ്രധാനപ്പെട്ട മറ്റ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.